വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വന്നിട്ടുള്ള സുപ്രധാന കുറച്ച് മാറ്റങ്ങളെക്കുറിച്ച് വിവരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി ഓൾഡ് ഏജ് ഉള്ള ആളുകൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക. അപ്പോൾ ആദ്യമേ തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് പ്രായപരിധി നീക്കിക്കൊണ്ടുള്ള ഒരു മാറ്റമാണ്. അപ്പൊ നമുക്കറിയാം, സാധാരണ 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ പല ഇൻഷുറൻസ് കമ്പനികളും കൊടുക്കാറില്ല. പ്രധാനപ്പെട്ട നമ്മുടെ പ്രൈവറ്റ് ഇൻഷുറൻസ് സെക്ടറുള്ള ഇൻഷുറൻസ് കമ്പനികൾ സാധാരണഗതിയിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് പോളിസി കൊടുക്കാനായിട്ട് ഒന്നും മടുക്കാറുണ്ട്. പല കമ്പനികൾക്കും സീനിയർ സിറ്റിസൺ പോളിസികളുണ്ട്, പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഡ്രോബാക്സ് ഉള്ള പോളിസികളാണ് നിലവിലുള്ളത്. കാരണം പലതിനും കോ പേയ്മെന്റ് വരുന്നുണ്ട്. പല കമ്പനികളുടെയും ഇപ്പോൾ 30% അല്ലെങ്കിൽ 20% ഒക്കെ കോ പേയ്മെന്റ് പലപ്പോഴും സീനിയർ സിറ്റിസൺ പോളിസികളുടെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു 100 രൂപ വന്നു കഴിഞ്ഞാൽ 20% കോ പേയ്മെന്റ് ആണെങ്കിൽ 30% കോ പേയ്മെന്റ് ആണെങ്കിൽ നമുക്കൊരു 30 രൂപ നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കണം. ബാക്കിയാണ് 70 രൂപയാണ് ഇൻഷുറൻസ് കമ്പനി അടയ്ക്കുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് പലപ്പോഴും സീനിയർ സിറ്റിസൺസിന് നമുക്ക് പോളിസികൾ കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ പല ഇൻഷുറൻസ് കമ്പനികളും ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് പോളിസി കൊടുക്കാറില്ല. ഇനി പോർട്ട് ചെയ്ത് വരുന്ന കേസാണെങ്കിൽ കൂടി സീനിയർ ആയിട്ടുള്ള, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ പലരും പോർട്ട് ചെയ്യാൻ പോലും സമ്മതിക്കാറില്ല. അപ്പൊ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് IRDA എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഇനി ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എടുക്കാൻ തടസ്സമുണ്ടായിരുന്ന ആ ഒരു കാര്യം മാറ്റിക്കൊണ്ടാണ് പുതിയ ഒരു നിർദ്ദേശം ഇവർ വെച്ചിരിക്കുന്നത്. അപ്പൊ 65 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇനി ഹെൽത്ത് ഇൻഷുറൻസ് ഏത് കമ്പനിയിൽ നിന്നും നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ള ഒരു മാറ്റമാണ് ആദ്യമേ തന്നെ IRDA കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പൊ 65 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് മടിക്കേണ്ടതില്ല. മുൻപ് നിലനിന്നിരുന്ന ഒരു സംഭവം അവർ മാറ്റിക്കൊണ്ടാണ് ഈ ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്ക് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നിർബന്ധമായിട്ടും പുതിയ പോളിസികൾ ഏർപ്പെടുത്താനായിട്ട്, ഇപ്പൊ നിലവിലുള്ള പോളിസികൾ കൂടാതെ പുതിയ പോളിസികളെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും കൊണ്ടുവരാനായിട്ടാണ് അവർ പുതിയൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ക്ലെയിം നൽകാനും അവരുടെ പരാതികൾ പരിഹരിക്കാനും പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്താനായിട്ടാണ് പുതിയ ഒരു നിർദ്ദേശം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ ക്ലെയിം നൽകുന്ന കാര്യത്തിലും അതുപോലെ പരാതികൾ പരിഹരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പലരുടെയും ക്ലെയിം റിജക്ഷൻ വരുന്നുണ്ട്. പല പ്രൈവറ്റ് ഫേമിലുള്ളതും ഗവൺമെന്റ് ഫേമിലുമായിട്ടുള്ള കമ്പനികളിൽ അതിന് പല ക്ലെയിമുകൾ പല കാരണങ്ങൾ പറഞ്ഞിട്ട് റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ക്ലെയിം അർഹതപ്പെട്ടതാണെങ്കിൽ കിട്ടാനും പിന്നെ അവരുടെ പരാതികൾ പരിഹരിക്കാനൊക്കെ ആയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്താനായിട്ടാണ് ഈ IRDA പുതിയൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ചില സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് സാധാരണ പോളിസികൾ കൊടുക്കാറില്ല ഇൻഷുറൻസ് കമ്പനികൾ. ലൈക്ക് ഇപ്പൊ അതിനുള്ള ഒരു പുതിയ മാറ്റമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അർബുദം, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, ഹൃദ്രോഗം, വൃക്കരോഗം, എയ്ഡ്സ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇൻഷുറൻസ് പോളിസി നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് പുതിയൊരു നിർദ്ദേശം. നമുക്കറിയാം, ഇത് കൂടാതെ ആസ്മ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നതൊക്കെ നമുക്ക് നമ്മുടെ ക്ലെയിം റിജക്ഷന് സാധ്യതയുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അർബുദം, ക്യാൻസർ വന്ന് മാറിയിട്ടുണ്ടെന്നുള്ള സർട്ടിഫിക്കേഷൻ കൊടുത്താൽ പോലും നമുക്ക് പോളിസി കിട്ടില്ല. കാരണം ക്യാൻസർ ഹിസ്റ്ററി കണ്ടു കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ പ്രപ്പോസൽ അവർ റിജക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഹാർട്ട് ഡിസീസ്, ഒരു അറ്റാക്ക് വന്ന ആളോ അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ള ആളൊക്കെ ആണെങ്കിൽ നമുക്ക് പോളിസി ഒരിക്കലും കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടാണ്, ഇത്ര സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പൊ IRDA പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിലവിൽ മാരക രോഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോളിസി നിഷേധിക്കുന്ന ആ ഒരു പ്രവണത മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു പുതിയ നിർദ്ദേശം IRDA കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് ആക്സിഡന്റ് കവറേജ് സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിനകത്ത് കിട്ടും. പിന്നെ ചില അസുഖങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് കവർ ചെയ്യുള്ളൂ. പിന്നെ നിലവിലുള്ള അസുഖങ്ങൾ പല കമ്പനികൾക്കും പല രീതിയിലാണ്. ചിലവർക്ക് 36 മാസം, അതായത് 3 വർഷം കഴിഞ്ഞിട്ട് കവർ ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ ചില പോളിസികളിനകത്ത് 48 മാസം, 4 വർഷം കഴിഞ്ഞിട്ട് കവർ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ നമുക്ക് ഉദാഹരണത്തിനാണെങ്കിൽ നമ്മുടെ ആരോഗ്യ സഞ്ജീവനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി, അത് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും കൊടുക്കുന്ന ഒരു പോളിസിയാണ്, ബേസ് പോളിസിയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾ കവർ ചെയ്യണമെങ്കിൽ 4 വർഷം അല്ലെങ്കിൽ 48 മാസം കഴിഞ്ഞാലാണ് അത് കവർ ചെയ്യുള്ളൂ. അപ്പൊ ആ കാലാവധി ചുരുക്കിക്കൊണ്ടാണ് പുതിയ നിർദ്ദേശം. അതായത് മാക്സിമം 36 മന്ത്സ് ആണ്, 36 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള എല്ലാ അസുഖങ്ങളും കവർ ചെയ്യണം എന്നുള്ളതാണ് പുതിയൊരു നിർദ്ദേശം. അപ്പൊ അതും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് പല കമ്പനികളും ക്ലെയിം റിജക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മുൻപ് വന്നു പോയിട്ടുള്ള അസുഖങ്ങൾ കാണിക്കാതെ നമ്മൾ പോളിസി എടുക്കാറുണ്ട്. അപ്പൊ അത് ഇൻഷുറൻസ് കമ്പനി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പോളിസി റിജക്ട് ചെയ്യാറുണ്ട്, നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യാറുണ്ട് കൊടുക്കുമ്പോൾ. അപ്പൊ പുതിയതായിട്ട് IRD കൊണ്ടുവന്നുള്ള നിർദ്ദേശം എന്നുള്ളത് പോളിസി എടുക്കുമ്പോൾ രോഗാവസ്ഥയുടെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കൊടുക്കണം എന്നാണ്. അതായത് 36 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്ലെയിം വന്നാലും ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ കാരണം നമുക്കൊരു ക്ലെയിം വരുന്ന സമയത്ത് എന്തെങ്കിലും കാരണത്താൽ ഇൻഷുറൻസ് കമ്പനി ഇത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരാതിപ്പെടാനായിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. കാരണം IRDA നിർദ്ദേശം ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പരാതി കൊടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ഓംബുഡ്സ്മാൻ ഉണ്ട് ഇതിന്റെ പരാതികൾ സ്വീകരിക്കാനായിട്ട്. അപ്പൊ അവിടെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് അനുകൂലമായിട്ടാണ് ഇതിന്റെ വിധി വരുള്ളൂ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രം നമുക്ക് ഇതൊരു പരാതി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് IRDA കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു നിർദ്ദേശം എന്നുള്ളത് മുതിർന്നവര്, അതുപോലെ വിദ്യാർത്ഥികള്, കുട്ടികള്, ഗർഭിണികള് എന്നിവർക്ക് അനുയോജ്യമായിട്ടുള്ള പുതിയ ഇൻഷുറൻസ് പദ്ധതികൾ ഓരോ കമ്പനികളും കൊണ്ടുവരാനായിട്ട് പുതിയതായിട്ടുള്ള പോളിസികൾ ഇറക്കാനായിട്ടാണ് ഇവർ നിർദ്ദേശം വെച്ചിരിക്കുക. നമുക്കറിയാം ഈ ഗർഭിണികളുടെ കേസ് നമുക്കറിയാം പലരും നമുക്കറിയാം ചില ഇൻഷുറൻസ് കമ്പനികൾ ഡെലിവറി കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പ്രീമിയം കൊടുക്കേണ്ടി വരും, നല്ല പ്രീമിയം വരും അപ്പൊ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ ചില കമ്പനികൾക്ക് 2 വർഷമാണ് വരുന്ന വെയിറ്റിംഗ് പീരീഡ്, അത് കഴിഞ്ഞിട്ടാണ് ഡെലിവറി കവർ ചെയ്യുള്ളൂ. ചില കമ്പനിയുടെ പോളിസികൾക്ക് 9 months ആണ് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഡെലിവറി കവർ ചെയ്യുള്ളൂ. അപ്പൊ അതിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ, ഇപ്പൊ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികള്, അവരുടെ കുട്ടികൾ, ഗർഭിണികൾ, ഇവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് IRDA പുതിയൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം ആളുകൾക്ക്, ഇപ്പൊ കുട്ടികൾക്കൊന്നും ക്യാൻസർ കവർ പോലെയുള്ള പോളിസികൾ പലപ്പോഴും കൊടുക്കാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം മാറിക്കൊണ്ട് ഇത്തരം ആളുകൾക്ക് ചുരുങ്ങിയ ചെലവില് പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാനായിട്ടുള്ള പുതിയ പോളിസികൾ കൊണ്ടുവരാനായിട്ടാണ് IRDA കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു നിർദ്ദേശം. അതുപോലെ തന്നെ യൂഷ്വലി എപ്പോഴും റിജക്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദം, യുനാനി, സിദ്ധിയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ പലപ്പോഴും പല കമ്പനികളും ഇത് റിജക്ട് ചെയ്യാറുണ്ട്. അതായത് ഇതൊരു സുഖചികിത്സ എന്നുള്ള ലേബലിൽ പലപ്പോഴും നമ്മുടെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് നമുക്ക് കിട്ടാതെ ക്ലെയിം കൊടുത്താൽ അത് റിജക്ട് ചെയ്യാറാണ് പതിവ്. അല്ലെങ്കിൽ ഒരു 30% അല്ലെങ്കിൽ 20% ഒക്കെയാണ് നമുക്ക് ആയുർവേദം ട്രീറ്റ്മെന്റ് എടുത്താൽ കിട്ടുള്ളൂ. അപ്പൊ അത് പാടില്ല. ഫുള്ളായിട്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ ഇതിന്റെ കവറേജ് കൊടുക്കാനായിട്ടാണ് IRDA വെച്ചിട്ടുള്ള പുതിയൊരു നിർദ്ദേശം. അപ്പൊ അത് നമുക്ക് നല്ലതാണ്. കാരണം നമുക്ക് അലോപ്പതിനേക്കാളും ഗുണമായിട്ടുള്ള പല അസുഖങ്ങൾക്കും നല്ല ചികിത്സകൾ ആയുർവേദത്തിലും യുനാനിയിലും സിദ്ധയിലൊക്കെ ഉണ്ട്. അതുപോലെ ഹോമിയോയിലൊക്കെ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ്. അപ്പൊ അവിടെ പോയി നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും ഇൻഷുറൻസ് കവറേജ് ഫുള്ളായിട്ട് കൊടുക്കാനായിട്ടാണ് ഇവര് വെച്ചിരിക്കുന്ന പുതിയൊരു നിർദ്ദേശം. അപ്പൊ അതും നല്ലൊരു നിർദ്ദേശമാണ് രോഗിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ലൊരു നിർദ്ദേശമാണ് ഈ വെച്ചിരിക്കുന്നത്. അതുപോലെ അവസാനമായിട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്നുള്ളത് രോഗിയുടെ ആശുപത്രി ചെലവുകൾ മുഴുവൻ കമ്പനി വഹിക്കുന്ന രീതി മാറ്റിക്കൊണ്ട് ഓരോ രോഗത്തിനും നിശ്ചിത തുക എന്നുള്ള രീതി, അതായത് ചില പാക്കേജുകൾ, ഇപ്പൊ ഒരു അസുഖത്തിന് ഇത്ര എമൗണ്ട്, മറ്റു അസുഖത്തിന് ഇത്ര എമൗണ്ട്, അങ്ങനെ രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പറയുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു ബേർഡൻ വരാതെ അവർക്ക് അത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പുതിയ നിർദ്ദേശം കൂടെ ഈ ഒരു IRDA വെച്ചിട്ടുള്ള ഈ ഒരു നിർദ്ദേശങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് April 1 മുതൽ ഓൾറെഡി ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി 65 വയസ്സ് കഴിഞ്ഞവർക്ക് പോളിസി എടുക്കാം. ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ സുഖമായിട്ട് നല്ല പോളിസികൾ വരും ദിവസങ്ങളിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇറങ്ങും. അപ്പൊ നല്ല കമ്പനികൾ നോക്കി അതിൽ നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഇൻഷുറൻസ് പോളിസിയുടെ A to Z കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുപോലെ നിലവിൽ നമുക്കുള്ള അസുഖങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുക. എങ്കിൽ മാത്രമേ ഒരു ക്ലെയിം വരുന്ന സമയത്ത് നമുക്കത് റിജക്ട് ചെയ്യാതെ സുഗമമായിട്ട് നമുക്ക് ആ ക്ലെയിം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുൻപ് വന്നിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ കാണിക്കുക, നിലവിലുള്ള അസുഖങ്ങൾ കാണിക്കുക, ഭാവിയിൽ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് അതുകൂടെ നമ്മൾ കാണിച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പോഴുള്ള പുതിയ നിർദ്ദേശം വെച്ച് 36 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അസുഖം കാണിച്ചാൽ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് ക്ലെയിം കിട്ടിയിരിക്കണം എന്നുള്ളതാണ് പുതിയ IRDAയുടെ നിർദ്ദേശം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. 36 മാസം 3 year കഴിഞ്ഞിട്ട് വരുന്ന ഏത് അസുഖങ്ങളും നിലവിൽ ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് നമുക്ക് കേസിന് പോവാണെങ്കിൽ നമുക്കത് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ നിലവിലെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി കൊടുക്കാനായിട്ടാണ് നിർദ്ദേശം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സീരിയസ് അസുഖമാണെങ്കിലും നമുക്കത് കാണിച്ചിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പൊ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എല്ലാവരും ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. കാരണം കോവിഡ് വന്നു പോയതിനു ശേഷം നമുക്കറിയാം ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഒരുപാട് വലുതാണ്. അപ്പോൾ നമുക്ക് അന്ന് വെന്റിലേറ്ററിൽ കയറുന്ന ആളുകൾക്ക് അറിയാം ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് കുറെ ക്ലെയിം റിജക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ക്ലെയിംസ് വന്നപ്പോൾ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ നിലനിൽപ്പിന്
ചെക്കപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ക്ലെയിംസ് റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ബോധവാന്മാരാണ് ഇൻഷുറൻസ്, അതിന്റെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എടുക്കാത്തവരെല്ലാവരും പറഞ്ഞ് എടുത്തിരിക്കുക. ഇപ്പൊ ഗവൺമെന്റിന്റെ വേറെ എന്തെങ്കിലും ഇൻഷുറൻസിന് ഏതെങ്കിലും ഒന്നും മതി എങ്കിൽ പോലും ഒന്നുമില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ഗവൺമെന്റ് പദ്ധതികളുണ്ട്, കാരുണ്യ പോലെയുള്ള കേരളത്തിന്റെ ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാത്ത ആളുകൾ നിർബന്ധമായിട്ട് ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവര് നിർബന്ധമായിട്ടും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയത്തിലുള്ള നല്ല പോളിസികൾ നോക്കി എടുത്തിടുക. അപ്പൊ നമുക്ക് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സമയത്ത് നമുക്ക് ബാക്കി ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന്റെ കോസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അസുഖത്തിനെ കുറിച്ചും അതിന്റെ വരും വരായകളെ കുറിച്ച് മാത്രം ചിന്തിച്ച് ടെൻഷൻ അടിച്ചാൽ മതി. അല്ലാതെ ഇനി പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും, എങ്ങനെ ഹോസ്പിറ്റലിൽ ബില്ല് കിട്ടും എന്നുള്ള ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താവുന്നതാണ്. പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.